ചിറ്റാറ്റുകര ഗ്രാമപഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി ആരോഗ്യ ജാഗ്രത ശില്പശാല സംഘടിപ്പിച്ചു. ശില്പശാലയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തിനി ഗോപകുമാർ നിർവഹിച്ചു. ചിറ്റാറ്റുകര ഗ്രാമപഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായാണ് ആരോഗ്യ പ്രതിരോധവും ആരോഗ്യവർദ്ധകവുമായ ജനകീയ ഇടപെടലുകൾക്ക് അരങ്ങൊരുക്കി ആരോഗ്യ ജാഗ്രത ശില്പശാല ചിറ്റാറ്റുകരയിൽ സംഘടിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തിനി ഗോപകുമാർ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലൈബ സാജു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ ഫിലോമിന അലോഷ്യസ് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ മെഡിക്കൽ ഓഫീസ് ടെക്നിക്കൽ അസിസ്റ്റന്റ് ഇൻചാർജ് ബിജോയ് ആർ മോഡറേറ്ററായിരുന്ന ശില്പശാലയിൽ വൈസ് പ്രസിഡന്റ് പി ആരുഷ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VA താജുദ്ദീൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ PG ആന്റണി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷെറീന ബഷീർ, രതി ബാബു, ഉഷ ശ്രീദാസ് എന്നിവർ പ്രസംഗിച്ചു. സ്ത്രീ പുരുഷ വിദ്യാഭ്യാസ ഉൾപ്പെടെയുള്ള സൂചകങ്ങളുടെ കാര്യത്തിൽ, പൊതുജനാരോഗ്യ സേവനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തിൽ കുറഞ്ഞ ശിശു മരണ നിരക്ക് ഉൾപ്പെടെയുള്ള ആരോഗ്യ സൂചകങ്ങളുടെ കാര്യത്തിൽ ഉൾപ്പെടെ ലോകത്തിന് വലിയ ഒരു കേരള മോഡൽ സൃഷ്ടിക്കുന്നതിന് കഴിഞ്ഞിട്ടുള്ള ആളുകളാണ്. അതിനെ കണക്ട് ചെയ്യുന്ന, അതിന് ആധാരമായിട്ടുള്ള നിരവധി കാര്യങ്ങളുണ്ട്. നിങ്ങളൊക്കെ അതിനെക്കുറിച്ച് അറിയുന്ന ആളുകളും ചർച്ച ചെയ്യുന്ന ആളുകളുമാണ്. 7 എലിപ്പനി കേസുകളെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഞാൻ എൻ്റെ കയ്യിലുള്ള കൊച്ചു കാര്യങ്ങൾ നമുക്കൊന്ന് ഉപയോഗിക്കാം. അങ്ങനെയുള്ള ഒരു കൊച്ചു കാര്യം എൻ്റെ തലയിരിക്കുന്നു, തൊപ്പി. എന്തിനാ തൊപ്പി വെച്ചതിനെ? പ്രൊട്ടക്റ്റീവ് മെക്കാനിസം നമ്മൾ. ചടങ്ങിൽ മിൽട്ടൺ കെ, രാധിക PP, അരുൺ സാഗർ, ദീപ്തി ദിലീപൻ, മിലി കൃഷ്ണൻ, നിഷ MN, ഷീജ P, പൂജ VP, പ്രീമ MP, സ്മിത KA, അമൃത KS, ബിൻസി വർഗീസ്, മേരി ജോയ്സ്, ആദിത്യ നന്ദൻ, മിനി രാജേഷ് തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം നൽകി. 18ാം വാർഡിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ആരോഗ്യ ശുചിത്വ പോഷണ സമിതി അംഗങ്ങളും റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളും കുടുംബശ്രീ, ഹരിതകർമ്മസേന വോളണ്ടിയർമാരും ആശാപ്രവർത്തകരും ശില്പശാലയിലെ വിവിധ സെക്ഷനുകളിൽ പങ്കെടുത്തു. ഓരോ വാർഡിലെയും കഴിഞ്ഞ വർഷങ്ങളിലെ പകർച്ചവ്യാധികൾ, രോഗഭീഷണിയുള്ള ഹോട്ട്സ്പോട്ടുകൾ, ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ, ശുചിത്വ മാപ്പുകൾ എന്നിവയെ അടിസ്ഥാനമാക്കി ഏപ്രിൽ ആദ്യവാരത്തോടെ ഗ്രാമപഞ്ചായത്ത് തലത്തിൽ ആരോഗ്യ ജാഗ്രതാ കലണ്ടർ പ്രകാരം ഡ്രൈ കണ്ടെയ്നർ എലിമിനേഷൻ ക്യാമ്പയിൻ ശക്തമാക്കുമെന്ന് ശില്പശാലയിൽ തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, പറവൂർ. നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരയേ അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ മഹാവിഷ്ണവേ നമഃ.